ഈ ടാസ്ക് തുടങ്ങിയപ്പോൾ മുതലേ നൂറ അനീഷിനെയാണ് തള്ളുന്നത്. അനീഷിനെ തള്ളി തള്ളി ഒരു വഴിയാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നൂറ 1000 പ്രാവശ്യം പറയുന്നുണ്ട്, ഒന്ന് നീങ്ങ്, പാറ കണക്കിരിക്കുന്നു, എന്തൊരു തള്ളാണ്. അപ്പോഴും പറയുമ്പോഴും നൂറ അനീഷിനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അതേ കണക്ക് ആര്യന് നേരെ ഇരിക്കാതെ ഒരു വശം കൊണ്ട് ചരിഞ്ഞിരുന്നിട്ട് ഇങ്ങോട്ട് തള്ളുകയാണ്. നൂറെ തള്ളും. പക്ഷെ നൂറ അത് ഒരു വട്ടം പോലും ആര്യ നീ എന്താ തള്ളുന്നതെന്ന് ചോദിക്കുന്നേ ഇല്ല. അവർ രണ്ടുപേരുടെ അനീഷിനെ തള്ളുവാണ്. അനീഷ് ഒന്നും മിണ്ടുന്നില്ല. സത്യത്തിൽ പാവം തോന്നും അനീഷിൻ്റെ ഇരിപ്പ് കണ്ടാൽ. നന്നായിട്ട് തള്ളുകയാണ്, രണ്ടുപേരോട് ആഞ്ഞു വെച്ചാൽ തള്ളുന്നത്. അനീഷ് ചുരുണ്ട് കൂടിയാണ് ആ സീറ്റിലിരിക്കുന്നത്. അത്രയ്ക്കും വയ്യ. ഇതേ അവസ്ഥയാണ് അനിമോൾ ബാക്കിൽ അനുഭവിക്കുന്നത്. അനിമോൾക്ക് പക്ഷേ അനിമോളെ തള്ളിയടിക്കുകയൊന്നും ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ നാക്ക് കൊണ്ട് ഒരുപാട് മുറിവുകൾ അനിമോൾക്ക് ഉണ്ടാക്കുന്നു. കുറേയൊക്കെ അനിമോൾ തിരിച്ച് പറയുന്നുണ്ട്. തിരിച്ച് പറയുമ്പോഴും അനിമോളുടെ കാര്യങ്ങൾ പറയുന്നത്, അല്ലാതെ അവരെ പറയുന്നില്ല. അക്ബറും പറയുന്നില്ല. അക്ബർ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, അക്ബറിന് തന്നെ അറിയത്തില്ല എന്തൊക്കെയാണ് സംസാരിക്കുന്നത്. അതേ രീതിയിലുള്ള സംസാരമാണ്. എന്ത് പറഞ്ഞാലും പി ആറിനെ പറയുന്നതിനാണ് അനിമോൾ ചോദിക്കുന്നത്. അപ്പം പി ആർ എന്ന് പറഞ്ഞാൽ ഞാനെന്താ പി ആറിനെ കണ്ടിട്ടാണ് വന്നത്, ഞാൻ ഈ ഫീൽഡിൽ ആദ്യമായിട്ടാണ് വരുന്നത്. 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ അനിമോൾ പറഞ്ഞാൽ ഞാൻ 7 വർഷമല്ല 12 വർഷം. അപ്പോൾ 11 വർഷം പറഞ്ഞതാ. ഏതിലെങ്കിലും ഒന്ന് ഉറപ്പിക്കാമോ? എടാ ആര്യ 12 കേട്ടോ, കളിയാക്കുകയാണ് ഇരുന്ന്. എത്ര നേരമായിട്ടാണ് കളിയാക്കുന്നത്. ഇതൊരു ഹാളിലോ അല്ലെങ്കിൽ ആ ഗാർഡൻ ഏരിയയിലൊക്കെ ആണെങ്കിൽ പറഞ്ഞിട്ട് മുഖത്തിന് മുഖം 2 വർത്താനം പറഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാം. ഈ കാറിനകത്തിരുന്ന് എന്ത് ചെയ്യാനാ? ശ്വാസം മുട്ടിക്കുന്നതിനൊക്കെയുള്ള സംസാര രീതികളാണ്. കൈയില്ലാത്തവർ കൈ പണിഞ്ഞടിക്കും. അതേണക്കാണ് അക്ബർ ഇരുന്ന് സംസാരിക്കുന്ന അനിമോളോട്. അതേപോലെ ഇങ്ങോട്ട് നൂറ പറയുന്ന തള്ളി എന്നെ ഇങ്ങോട്ടും തള്ളുകയാണ്. എന്നിട്ട് പാറ കണക്കിരിക്കുന്നു, ഒന്നും മിണ്ടാതെ. ശരിക്കും നൂറയും ആര്യനും കൂടെ വെച്ച് തള്ളുകയാണ് അനീഷിനെ. അനീഷ് ഒരു വട്ടം പോലും അനീഷിൻ്റെ ശരീരം പോലും ഒന്നും അനങ്ങുന്നില്ല. പക്ഷേ ഇവരങ്ങനല്ല, ഇവർ ആഞ്ഞു വെച്ച് തള്ളുകയാണ്. നൂറ എത്ര പ്രാവശ്യമാണെന്നറിയാം എഴുന്നേറ്റിരിക്കും. ഇരിക്കും, പിന്നെയും തള്ളിക്കൊണ്ടൊരു ഇരിപ്പിരിക്കും. എന്നിട്ട് കൈ അനീഷിൻ്റെ മുതുകത്തായ കൈ, കൂടുതൽ നേരം അനീഷിൻ്റെ മുതുകത്താണ് കൈ വയ്ക്കുന്നത്. അതിനൊന്നും അനീഷിൻ്റെ ദേഹത്ത് തൊടാതെ കൈ വയ്ക്കാതെ എന്നൊന്നും അനീഷ് പറയുന്നില്ല. പക്ഷെ ഒരു പ്രാവശ്യം പോലും ആര്യൻ്റെ അടുത്തോട്ട് പോവുകയോ ആര്യനെ തള്ളുന്നത് എന്താണെന്ന് ചോദിക്കുകയോ അല്ലെങ്കിൽ ആര്യ നീ കുറച്ച് ഒതുങ്ങിയിരിക്കുക ഒന്നും അവർക്ക് പറയണ്ട. നേരെ അനീഷിനെ പുറത്താക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ ഇരിക്കുകയാണ് എല്ലാവരും. അതേണക്ക് ബാക്കിൽ അനിമോളെ പുറത്താക്കണമെന്നുള്ളത്. ഇവർ രണ്ടുപേരും ഇറങ്ങില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം.